എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇനി വരാൻ പോകുന്ന ചെറിയൊരു യാത്രയുടെ അനൗൺസ്മെൻറ്റും വീഡിയോയും കാര്യങ്ങളൊക്കെ നാളെ വരും. അപ്പോൾ നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ 6 മണിക്കാണ് നമ്മൾ വീഡിയോ ഇടുക. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ ഞാൻ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞ് ഇന്ന് ആക്ച്വലി നിങ്ങളെ വെറുപ്പിക്കാൻ പരിപാടികളൊന്നും അല്ല കേട്ടോ. കാർ ഹണ്ട് അങ്ങനത്തെ തേങ്ങയുമായൊന്നുമല്ല. ഞാൻ ആക്ച്വലി പറഞ്ഞല്ലോ, ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 10-20 വീഡിയോസ് മുന്നേ, കാർ ഹണ്ട് സീരീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സീരീസിൽ നമുക്ക് ആ ഒരു സീരീസായിട്ടൊരു ബന്ധമില്ല കേട്ടോ. എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് EV കാർ ഉപയോഗിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി. ആ ഒരു ഇതിലാണ് ഞാൻ ഒരു EV കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ട് EV കാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് MGയുടെ വിൻസറിനാണോ വൈസറിനാണോ ഏതൊരു കാറിൻ്റെ ഒരു ഇതിൽ MGയുടെ ആ ഒരു കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള മഹീന്ദ്രയുടെ ആ ഒരു ഏറ്റവും കാറില്ലേ, ആ കാറും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് EV കാറിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, ഒരു EV കാർ എന്താണെന്നുള്ളതൊന്ന് അറിയാം, ഓടിച്ച് നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നേ പറഞ്ഞതുപോലെ തന്നെ ചെറിയ യാത്ര അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. പക്ഷേ നമ്മൾ ആ പോകുന്ന സ്ഥലത്തിൻ്റെ ആണ് പ്രത്യേകത. ചെറിയൊരു യാത്രയാണ്, പക്ഷേ ആ പോകുന്ന സ്ഥലം ഭയങ്കര ഇതാണ്. എന്തായാലും നിങ്ങൾ റിമൈൻഡർ വെച്ചിട്ട് നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോ. വീഡിയോ കാണാനുണ്ടോ നാളെ 6 മണിക്ക്, തിങ്കളാഴ്ച 6 മണിക്ക് കേട്ടോ. അത് വെറുതായിരിക്കും, ചെറിയൊരു യാത്രയാണ്, പക്ഷെ നമ്മൾ ആ പോകുന്ന സ്ഥലം വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പയ്യെ ഷോറൂമിലേക്ക് പോകാം. ഇന്നലത്തെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ ബൈക്ക് കഴുകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല കേട്ടോ. വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെളിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും ചെളിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയൊന്ന് ലൂബ് ചെയ്യണം കേട്ടോ. ലൂബ് ചെയ്യാൻ ഇത് പോയി വന്നിട്ട് ലൂബ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ചെയ്യാൻ നല്ലോണം ക്ലീൻ ചെയ്യണ്ടേ. സോ നമുക്ക് ഏതാ പോകേണ്ട വഴിയെന്ന് എനിക്കിപ്പോഴും ഇത് കിട്ടണില്ല കേട്ടോ. ഏത് റൂട്ടിൽ കൂടെയാണ് എളുപ്പ വഴി എന്നുള്ളത്. എന്തായാലും ഹൈവേയിലേക്ക് പോകണം നമ്മുടെ വീട്ടിൽ നിന്ന് കേട്ടോ. ഹൈവേയിലേക്ക് പോയിട്ട് വേണം പോകാൻ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. നമുക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടി കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഓഫ് റോഡ് പോവാം. ഓഫ് റോഡ് വഴി പോവാം കേട്ടോ. കള്ള് ഷാപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ വരാറില്ല, ഈ വഴി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എൻ്റെ അപ്പം തെറ്റിദ്ധരിക്കും കേട്ടോ. ദൈവമേ, നമ്മള് ഒല്ലൂര് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വന്ന് കയറൂട്ടത്. ഇതാണ് ഒല്ലൂര് പോലീസ് സ്റ്റേഷൻ. നമുക്ക് നേരെ പോകണ്ടേ. ഇത് നമ്മുടെ NH എടുക്കാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ. മരത്താക്കര വഴി, അയ്യോ ന്യൂട്രലിൽ വീണില്ലേ, വേണ്ട ഗീറിൽ കിടക്കാം, ഇറക്കാം. മരത്താക്കര വഴി പോണത് അങ്ങോട്ട് കുട്ടനല്ലൂരാണ്, ഇവിടേക്ക് തലൂര് ആ റൂട്ടാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ മാപ്പ് ഇട്ട് നോക്കിയോ കേട്ടോ ഷോറൂം എവിടെയാണെന്ന് കേട്ടോ. പുതിയത് ഓപ്പൺ ആയിട്ടുള്ള ഷോറൂമാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ഞാനതൊന്ന് നോക്കിയിട്ട് നേരെ അങ്ങോട്ട് പോകട്ടെ. ഇനി ബൈക്ക് നമ്മളിവിടെ വെച്ചു കേട്ടോ, ഹാൻഡ് ലോക്ക് ചെയ്തു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ടാറ്റ ഇവിടെ പുതിയ ഷോറൂം ഏതാ ഇതെന്ന് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാനാണ് ഒരു പണി വരുന്നത് കേട്ടോ, അല്ലെങ്കിൽ യൂ ടേൺ എടുത്ത് പോകണം. വഴിയൊന്നും ചെറുതായിട്ടൊന്ന് തെറ്റിയായിരുന്നു. സ്വാഭാവികമായിട്ടും തെറ്റാലോ. ഞാൻ ഒന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ കേട്ടോ. യെസ്, ഇതാണ് കേട്ടോ അവരുടെ ഷോറൂം വരുന്നത്. ഷോറൂമിൻ്റെ പേര് എനിക്കറിയില്ല. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, അതാണ് നമ്മുടെ ലക്ഷ്യം വരുന്നത്. നോക്കിയോ കേട്ടോ. ഞാൻ കുറേ നാളെ ഇവിടെ പണി ചെയ്യണത് കണ്ടോക്കണു, പക്ഷേ ഒന്ന് വന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. പുള്ളി കയറട്ടെ. ആണോ നിങ്ങളാ? ആണോ? ഓക്കെ. ആ നൈസ് ഷോറൂം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിങ്ങനെ. നൈസ് ആംബിയൻസും കൊള്ളാം. വി ആർ നോട്ട് കളക്ടിങ് എനി അതർ ചാർജസ് ഫോർ രജിസ്ട്രേഷൻ. നൈസ്. ഇത് കർവ് അല്ലേ? ഓ കർവ് EV ഇവിടെ വന്നിട്ടുണ്ടല്ലേ. നൈസ്. ഞാൻ നെക്സോൺ. ഓക്കെ, താങ്ക് യു. പേര് ജോയൽ. ആ ഇല്ല താങ്ക്സ്.
ടൈം എടുക്കുമോ? ലൈസൻസ് വേണ്ടി വരില്ലേ? ആണോ? കൊള്ളാം ഗൈസ്, പൊളിച്ചിട്ടാ. ഗൈസ് കിഡിലൻ ഷോറൂം കേട്ടോ. ഈ ഫസ്റ്റ് ഇമ്പ്രഷൻ ഞാൻ പറഞ്ഞില്ലേ, എന്ത് ഞാൻ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇമ്പ്രഷൻ ദി ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഫി വേണോ ഇവിടെ ഏരിയ, നൈസ്, പൊളിച്ചിട്ടാ, അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിഡിലൻ ഷോറൂം. എൻ്റെ മോൻ ഇൻറ്റീരിയർ നോക്ക്, നൈസായിട്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പറയണത് കേട്ടോ, പൊളിച്ച്. അതിൻ്റെ മേലേക്ക് എന്താണാവോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം. ഇതെന്തോ പുസ്തകങ്ങൾ ഞാൻ വായിക്കാറില്ല, നിങ്ങൾ വായിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഇതാരുടെ തൃശ്ശൂർ പൂരം, മധ്യ കേരളത്തിൻ്റെ പൂരചരിത്രം. വെയിറ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈം ഇലക്ട്രിക് കാറ് യൂസ് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് കേട്ടോ. കൊള്ളാം. ഏറ്റവും നല്ല ഷോറൂം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടെ. ഞാനിപ്പോൾ കണ്ടതിൽ വെച്ച് തൃശ്ശൂർ വൺ ഓഫ് ദ ബെസ്റ്റ് എനിക്കിതാന്ന് തോന്നുന്നു കേട്ടോ. ആംബിയൻസ് വൈസും ഇൻറ്റീരിയർ വൈസും സർവീസിൻ്റെ ഭാഗമായിട്ടും എല്ലാം കൂടി എനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇത് വേറെ എന്നിട്ട് പോക്കറ്റ് ഐ വിറ്റ്നസ് കാറോ എന്നിട്ടത്. ഓ, ഇത് കാറുകളുടെ ഇതാണല്ലേ. കാർ എന്തൂസിയാസിൻ്റെ കയ്യിലേക്ക് ഉണ്ടാവുന്നുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ. നോക്കട്ടെ എത്രയാണ് വരണേ കെർവിന്? 19 ലക്ഷം ഓൺ റോഡ് വരുന്നുണ്ട് അല്ലേ. നൈസ്. കെർവ് EV അല്ലേ. എനിക്ക് നല്ല ഇതുണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അവിടെയാണല്ലേ. ഓക്കെ. കെർവ് EV ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ ജസ്റ്റ് അവിടെ കിടക്കുന്ന അവിടുത്തെ ഷോറൂമിൽ കിടക്കേണ്ടതെന്ന് തോന്നുന്നു. കെർവ് EV ഉണ്ടോ? അവിടെ PV ആണല്ലേ. ഓക്കെ. ഞാനത് കണ്ട പോലെ ഫീൽ ചെയ്തു കേട്ടോ. കെർവ് EVയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. കൊള്ളാം. ഞാൻ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. കിടലൻ ഇത് എത്ര നാളെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട്? ഏകദേശം 3 ആഴ്ച കഴിഞ്ഞിട്ട്. മേലേക്ക് ഉണ്ടോ? മേലെ എന്തായിരുന്നു? ഓഫീസ് കാര്യങ്ങൾ, മീറ്റിംഗ് റൂം കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓ മേലെ ലോഞ്ചും ആക്സസറീസ് അലോയ് വീലൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ ഒരു സെക്ഷനിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അത് ചെറിയൊരു സെക്ഷൻ അലോയ് വീലിൻ്റെ ഒരു സെക്ഷനിലെ എവിടെ മേലെയുണ്ട് അല്ലേ. ഓ, അടിപൊളി പൊളിച്ച് കിഡിലൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കളർ ഈ ഒരു ജേണി കസ്റ്റം ചെയ്യാൻ പറ്റും അവിടെ? കസ്റ്റമിംഗ് ഇല്ല, പക്ഷെ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി എങ്ങനെയാണെന്ന് നമുക്ക് അതിൽ കാണാൻ പറ്റും. അത് സ്ക്രീനിലാണോ? കാണാൻ പറ്റും. അവിടെ ഒരു കളർ ഈ ഒരു ജേണി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേട്ടോ. അത് എന്തായാലും എനിക്ക് ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ നൈസായിട്ടുണ്ട്. അവിടുത്തെ ചെറിയ ഒരിതും അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥലവും ഈ സ്ഥലമൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, പൊളിച്ച്. അത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. കൊള്ളാം. നൈസ്. വാൾപേപ്പറാണോ അത്? ഓ, അങ്ങനത്തെ മെറ്റീരിയലാ. റീസൈക്കിൾ ചെയ്ത പ്രൊഡക്റ്റാ. ഓക്കെ. നൈസ്. അപ്പോൾ അത് നല്ലൊരു ഇതാണ്. അപ്പോൾ പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ അതെ കൊള്ളാട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ഷോറൂമുകൾ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടെ. എൻ്റെ ഫേവറേറ്റ് ആയി കഴിഞ്ഞു നമ്മുടെ ടാറ്റ EVയുടെ ഷോറൂം കേട്ടോ. നമുക്ക് നെക്സോൺ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകാം കേട്ടോ. മൂവിങ് ടുവേർഡ്സ് എ ബെറ്റർ ഫ്യൂച്ചർ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ വണ്ടികൾ കുറവാണോ ടെസ്റ്റ് ഡ്രൈവിന്? വരാനുണ്ടല്ലോ. പിന്നെ പുതിയ ഇനി എടുക്കുമ്പോൾ 2025 വണ്ടികളാണ് നമുക്ക് കൂടുതൽ വരുന്നത്. ഓക്കെ. ഇവിടെ വണ്ടികൾ എടുക്കുന്നുണ്ടല്ലോ. ഇത് ചാർജ് ചെയ്യാൻ ഓക്കെ. ഇതിപ്പോൾ ചാർജ് ചെയ്യാൻ ഇട്ടിരിക്കാൻ തോന്നുന്നു. ഇത് ചാർജ് ചെയ്തിട്ടിരിക്കണമെന്നല്ലേ. ഇതാണ് നമ്മുടെ നെക്സോൺ EV വരുന്നത് കേട്ടോ. മോനെ ഗൈസ്, വീണ്ടും പറയുന്നു, ഫസ്റ്റ് ടൈമാണ് EV ഓടിക്കണത്. നമ്മൾ ടാറ്റ പഞ്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു, സെൽറ്റോസ് കിയയുടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇതും ഓട്ടോമാറ്റിക്. ഇത് അപ്പോൾ ഫസ്റ്റ് ഇമ്പ്രഷനാണ് കേട്ടോ. ജസ്റ്റ് വേറെ രീതിയിലൊന്നും വീഡിയോ തെറ്റിദ്ധരിച്ചെടുക്കരുത്. ഞാൻ ഫസ്റ്റ് ടൈം EV ഒന്ന് ഓടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. എല്ലാ കാറും ഓടിച്ച് നോക്കി. അപ്പോൾ ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഓടിക്കാണ്ട് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. സോ കയറുകയാണ് സുഹൃത്തുക്കളെ EV കാറിൽ. മോനെ ഓൺ ചെയ്തോ? ബ്രേക്ക് പിടിച്ചാൽ ഓണാവുന്ന തോന്നുന്നു അല്ലേ? ബ്രേക്ക് പിടിച്ചിട്ട് അമർത്തിയാൽ മതി അല്ലേ? കീയും കാര്യങ്ങളൊക്കെ എവിടെയാ? എവിടെ? അയ്യോ, പാട്ടെന്നോ? അയ്യോ, ഓക്കെ. കീയും കാര്യങ്ങളും ഇവിടെ ഉണ്ടല്ലേ. നൈസ്. ഇതാണ് അതിൻ്റെ കീ വരണത്, കീലെസ് എൻട്രി. കൊള്ളാം ഗൈസ്, പൊളിച്ച്. ഇനി ഇത് ഇപ്പം എത്ര എടുക്കുന്നുണ്ട്? റേഞ്ച് 164.
ഇത് ആവറേജ് കിടക്കണേ. ആവറേജ് ആണ്. നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചൊക്കെ അതിൽ കാണാൻ പറ്റും. ഇന്നലെ എങ്ങനെ ഓടിച്ചു, അത് ഓടിച്ച് ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ ചവിട്ടി പിടിച്ചൊക്കെ ഓടിച്ചു റേഞ്ച് പെർസെന്റേജ് വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, പെർസെന്റേജ് എവിടെയാണ് കാണുന്നത്? നമുക്ക് ഇവിടെയാണ് ഈ സൈഡിൽ 76% ഉണ്ട് അല്ലേ? ഈ മോഡ് മാറ്റലില്ലേ? മോഡ് മാറ്റാൻ പറ്റില്ലേ? നമുക്ക് 3 മോഡ് വരും. എക്കോ, സ്പോർട്സ്, സിറ്റി. സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കിട്ടുക? അല്ലല്ല, നമുക്ക് എക്കോ ആയിരിക്കും കൂടുതൽ. എക്കോയിലാണ് ഏറ്റവും കൂടുതൽ അല്ലേ? ഓക്കെ. അപ്പൊ 174 കൂടും. ഇനി അതെങ്ങനെയാ? L1. ഓ, അത് ജസ്റ്റ് ഇങ്ങോട്ടേക്കാണോ പാഡില് പ്രസ് ചെയ്യുന്ന പോലെ അല്ലേ? ഓക്കെ. L2, L3. റേഞ്ച് കുറയല്ലേ ചെയ്യാം? L2. അപ്പൊ പാഡിൽ ഷിഫ്റ്റ് എന്താ ഇത് വരുന്നത്? ഗിയറിംഗ് അല്ല, ഇത് റീജിയൻ മോഡ് എന്ന് പറയും. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണ്ട, വണ്ടി നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ആക്സിലേറ്റർ വണ്ടി ഓട്ടോമാറ്റിക്കലി ഒരു എനർജി ഇതാക്കിയിട്ട് ആ ബാറ്ററിയിലോട്ട് ചാർജ് കയറണം. അതിനാണ് അവിടെ റീജിയൻ. അത് നമുക്ക് ഓഫ് ആക്കിയിട്ട് ഓടിക്കാം, ഓൺ ആക്കിയിട്ട് ഓടിക്കാം. ഓക്കെ, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ ഇതിപ്പോ ഗിയറിന്റെ മുമ്പിൽ സ്വിച്ച് വരും. അതെവിടെ? അവിടെ സ്വിച്ച് ഉണ്ട് അല്ലേ? ലോക്ക്. ഓക്കെ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ റിവേഴ്സ് അല്ലേ പോണ്ടേ? ഇനി ഓ, അങ്ങനെ ഞെക്കേണ്ടത് അങ്ങനെയല്ല, ഞാൻ ഇങ്ങോട്ടാ വലിക്കണം ഞെക്കണത്. ഓക്കെ, ഇപ്പൊ റിവേഴ്സായി വരണത്. ഇനി പ്രസ് ചെയ്തിട്ട് ന്യൂട്രലായി അങ്ങനെ തന്നെ വെച്ചതില്ല, ഒരു പൊടിക്കൂടൊന്നും വിട്ടിട്ട് ഒന്നോട്ടാക്കണം. ഓക്കെ, അല്ല ഒന്ന് കാട്ടി തരുമോ? ഓക്കെ. ഡയറക്റ്റ് പോവും. രണ്ട് ക്ലിപ്പിംഗ്, രണ്ട് സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ. ഇതിലോട്ട് വരണല്ലേ? ഞാൻ ഇവിടെ നോർമൽ 2 വട്ടം ഇങ്ങനെ ആക്കണം കേട്ടോ. ന്യൂട്രല് അങ്ങനെ വരും അല്ലേ? ഓക്കെ. ഇപ്പൊ ന്യൂട്രല് ഇപ്പോ മനസ്സിലായി. ഇപ്പൊ റിവേഴ്സ് കേട്ടോ. നമ്മള് സീറ്റ് ബെൽറ്റ് ഇടാൻ പോവാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് എന്തായിരുന്നു? അപ്പോ അത് അറിയാൻ പറ്റുമോ? ഹാൻഡ് ബ്രേക്ക് ഏതായിരുന്നു? ഇതാണ് ഹാൻഡ് ബ്രേക്ക്. ഇതാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. അപ്പൊ ഹാൻഡ് ബ്രേക്ക് അത് മറന്നാലില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലായി. EV അല്ലേ? അപ്പൊ പിന്നെ കൊള്ളാട്ടാ. സീറ്റ് ബെൽറ്റ് ഇട്ടാലും മാറും, അല്ലെങ്കിൽ പോവില്ല. ഓക്കെ. ശരിയാ, സേഫ്റ്റിയുടെ ഇതായിട്ട്. ഓക്കെ. അത് നല്ലൊരു ഫീച്ചർ ആട്ടാ. അപ്പൊ ഞാൻ പയ്യ ഹൈവേയിൽ ഓടിക്കാം അല്ലേ? ഹൈവേയിൽ ഓടിച്ചോക്കട്ടെ. കയറിയിരുന്നതും ഓണാവണതും ഒന്നും മനസ്സിലാവണില്ല കേട്ടാ. AC ഇട്ടപ്പോ തണവ് വരുന്നുണ്ട്. വേറൊരു കാര്യം, ഒരു സൗണ്ടും ഒന്നുമില്ല കേട്ടാ. കൊള്ളാം, പൊളിച്ച്. നോക്കിയേ, ഇതാണ് എന്റെ ഡ്രൈവിംഗ് ഇത് വരണത്. പക്ഷെ അങ്ങനെ നമ്മള് ഹൈവേയിലേക്ക് എത്തിയിട്ടാ. EV കാറും കൊണ്ട് എനിക്ക് സൗണ്ടുകൾ ഒരു സാധനം കേൾക്കാനില്ല, ഒരു സാധനം കേൾക്കാനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കി മറ്റ് കാറുകൾ ഞാൻ ഓടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കിയ, സെൽറ്റോസ്, ആ കാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വ്ളോഗില്. അപ്പൊ അതൊക്കെ ഓടിക്കുമ്പോ നമുക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇത് ഡിഫറെന്റ് ഒരു ഫീലാണ് കേട്ടാ. എന്റെ പൊല്ലേ, ഞാൻ നേരത്തെ AC കൂടുതലായിരുന്നു അല്ലേ? AC കൂടുതലായ സമയത്ത് നമുക്ക് കുറച്ചും കൂടിയും ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. ഇതൊരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല കേട്ടാ. ഇതിപ്പോ ഞാനിപ്പോ ഹൈവേയിലാണ്. ഹൈവേ കണ്ടെടുത്ത് ഇനിയിപ്പോ വിശ്വസിക്കാൻ ഹൈവേയിലാണ് ഇപ്പൊ പോയോണ്ടിരിക്കുന്നത് കേട്ടാ. നമുക്ക് നേരെ പോയിട്ട് നമുക്ക് സ്പോർട്സ് മോഡ് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. സ്പോർട്സ് മോഡ് ഇട്ടിട്ട് ഇങ്ങനെയാണ്. അപ്പൊ പവർ കുറച്ചുകൂടിയും കൂടും അല്ലേ? ഒന്ന് ഓപ്പൺ റോഡ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടാ ആക്സിലേറ്റർ ചവിട്ടണോ എങ്ങനെയാന്നുള്ളത് കേട്ടാ. ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ ചവിട്ടാം. ഇപ്പൊ ഫുൾ ത്രോട്ടിലാണോണ്ട് കേട്ടോ. എക്കോ മോഡാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി എക്കോ മോഡിൽ എന്തോരം പോവും എന്നുള്ളത്. നല്ലൊരു പവർ ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു ഐഡിയ കിട്ടി, എക്കോ മോഡ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് യു ടേൺ എടുക്കട്ടെ. അടുത്ത നമുക്ക് നേരെ പോവാം. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഓപ്പൺ റോഡ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഗിയർ മാറ്റണോണ്ട് ഇതിലേക്ക് ഇതിന്ന് മാറ്റിയാൽ മതി. ജസ്റ്റ് റോട്ടർ ചെയ്താൽ മതി. ഓക്കെ. നമുക്ക് ഈ സിഗ്നലിലേക്ക് എടുക്കണം. കിടന്നാൽ ഓപ്പൺ റോഡ് കിട്ടും. ഇപ്പൊ ഇതൊക്കെ ഇല്ല. കിടക്കാം. ഇതിൽ കിടക്കാം, ഈ സിഗ്നലിൽ കിടക്കാം. അപ്പൊ നമുക്ക് കുറച്ച് നടുക്കായിട്ട് നിർത്തിക്കാം. ഇവിടെ നിർത്തിയാൽ വണ്ടികളൊന്നും ഇല്ല. ഇവിടുന്ന് ഒരു 0 to 100 നമുക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സെറ്റ്. ഇനിയിപ്പോ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട അല്ലേ? ന്യൂട്രൽ ആക്കി അങ്ങനെ ഒരു സംഭവം ഒന്നും ചെയ്യണ്ട. അയ്യോ, വേണ്ട.
തൊരപ്പന്മാര് പറഞ്ഞില്ലെങ്കിലും ചെയ്യൂലേ? മറ്റേ സാധനം ഇട്ടാലോ, വൈപ്പറ്. വേണ്ടാട്ടാ, വേണ്ട. ഡൈപ്പിസ്റ്റാ? ഇല്ല ഗൈസ്, നമ്മളിപ്പോ 64, 62 നിക്കിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇനിയിപ്പോ സ്പോർട്സ് മോഡിലേക്ക് എങ്ങനെയാ ആക്കണത്? ഇത്ര ഉള്ളൂ? അതിൽ സ്പോർട്ട് മോഡായി, സ്പോർട്ട് മോഡ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടാ. പക്ഷേ അത്രേ ഉള്ളൂല്ല. ഞാൻ വല്ലാണ്ട് ബലം പിടിച്ച് തിരിക്കുക. ഗിയർ ഇതായാലും ജസ്റ്റ് എല്ലാം കുറച്ചുകൂടി ഞാൻ ബലം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്ര ബലം കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് നടത്തറ സിഗ്നലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എത്ര സ്പീഡിലാണ് പോണതെന്നൊക്കെ പറയണമെന്നില്ല. ഞാൻ ജസ്റ്റ് അന്ന് ആ ഒരു പവർ അറിയാം, അത്രേ ഉള്ളൂ കേട്ടോ. സ്പോർട്സ് മോഡിന്റെ ആ പവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്. ആക്ച്വലി എത്ര 0 to 100 എത്ര സെക്കൻഡ്? 8 സെക്കൻഡ്. അതിനുള്ളിൽ ഇത് നിൽക്കുന്നു അല്ലേ? അറിയാൻ പറ്റും, ഫീൽ ആവാൻ പറ്റുമല്ലോ. ഇപ്പൊ റേഞ്ച് 153 കേട്ടാ. പൊളിച്ച്. EV കാറ് ചാർജ് ചെയ്യാൻ 250 രൂപ വരുന്നുള്ളൂ അല്ലേ? പുറത്തായാലും ഒരു 210, 250 രൂപ ഫുൾ ചാർജ് ആക്കാം. ഫുൾ ചാർജ് ഓക്കെ. അപ്പൊ നമുക്ക് പയ്യെ ഇവിടുന്ന് എടുത്ത് തുടങ്ങാം കേട്ടാ. 3, 2, 1. യെസ്. ഓനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. ഓ പൊളിച്ച്. എന്റെ പൊന്നെ, ആ ഒരു ഇനീഷ്യൽ പുഷ് കൊള്ളാം. പെട്ടെന്നൊന്നും ഒരു വണ്ടി ഒപ്പം കേറില്ല. അതെ. ഞാനത് ബാക്കോട്ട് നോക്കണേട്ടാ. എവിടെ എത്തിന്ന് മനസ്സിലായോ? നമ്മള് മണ്ണുത്തി എത്തി. എത്ര സെക്കൻഡ് ഉണ്ട്? പൊളിച്ചിട്ടാ. 10-15 സെക്കൻഡ് ഉണ്ടാവുള്ളൂ കേട്ടാ. പൊളിച്ച്. അതെന്തായാലും കിടിലനായിട്ടാ. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് EV എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന സാധനം ഞാൻ ഓടിച്ചു നോക്കണത് കേട്ടാ. അപ്പൊ അങ്ങനെ ഓടിച്ചു നോക്കി ഫസ്റ്റ് ആ ഒരു ഇനീഷ്യൽ പുള്ള് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഫീൽ ഉണ്ട്, അതുള്ളതാട്ടാ. നമുക്ക് അപ്പുറത്തെ ലൈനിലേക്ക് എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഈ ലൈനിൽ തന്നെ പോവാ അല്ലേ? എന്നിട്ട് അങ്ങോട്ട് നീങ്ങണേ, നടി കൂടെ തന്നെ പോവാ. ഞാനിപ്പോ വേറൊരു സംഭവം കാട്ടിയിട്ടുണ്ട്. റീജനറേറ്റീവ് മോഡ് അല്ലേ? റീജനറേറ്റീവ് മോഡ് 0ലാണ് കിടക്കുന്നത് കേട്ടാ. ഞാൻ നേരത്തെ കാട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇപ്പോ സിമ്പിൾ ആയിട്ട്, ബാക്കിലൊന്നും വണ്ടികളില്ല കേട്ടാ. നമ്മൾ ഇങ്ങനെ പയ്യെ പോയോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഞാൻ റീജനറേറ്റീവ് മോഡ് പാഡിൽ ഷിഫ്റ്റില് ലെവൽ 1 ഇട്ടു കേട്ടാ. ഞാൻ ബ്രേക്ക് ഒന്നും തൊടുന്നില്ല. ലെവൽ 1 ഇട്ടു, ലെവൽ 2 ഇട്ടു, ലെവൽ 3 ഇട്ടു. എന്റെ പൊന്നെ, അത് ബ്രേക്കിംഗ് ആവാനല്ലേ അല്ലേ? സത്യം ശരിക്കും എന്നിട്ട് സംഭവിക്കണ അവിടെ ഒരു മോട്ടറിന്റെ ഒരു പിടുത്തം അതിലോട്ട് വരും. ബ്രേക്കിംഗ് അവിടെ ചെയ്യുന്നത്. ബ്രേക്കിന് അങ്ങനെ തേയ്മാനം കാര്യങ്ങളൊന്നും വരുന്നില്ല. അടിപൊളി കേട്ടാ. ലൈക്ക് നല്ല കൊള്ളാം ഫീച്ചർ. ആ ഒരു ഫീച്ചർ കൊള്ളാട്ടോ. ഇവിടെ L1, L2, L3 എന്ന് പറഞ്ഞിട്ടൊരു മോഡ് ഉണ്ട്. അത് കൊള്ളാട്ടാ. മോട്ടർ ഒരു ടൈറ്റ് ആവുന്നുണ്ട് അല്ലേ? ഒന്ന് ടൈറ്റ് ആവുന്നുണ്ട്. ലൈഫും കൂടും. ഓ കൊള്ളാം. അതും ഞാൻ പെട്ടെന്ന് ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ് കേട്ടാ. മോനെ കൊള്ളാട്ട സംഭവം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് സാധനം ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറച്ച് അധികം ദൂരം പോയിട്ടാ ഈ സാധനം കൊണ്ട്. രസമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇവിടെ അതിൻ്റെ ചാർജ് ചെയ്യേണ്ട സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഞാൻ ചോദിച്ചാൽ ഒരു 10-250 രൂപയ്ക്ക് ചാർജ് ചെയ്യാനുള്ളൂ. EV കാർ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങളെയും കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ നോക്കട്ടെ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എൻ്റെ ബൈക്ക് ഓപ്പോസിറ്റ് അവിടെ ഇരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഡേ വിളിക്കാം. വേറെ ഒന്നുമില്ലല്ലോ. എൻ്റെ ഒന്നും മറന്നിട്ടൊന്നുമില്ല. ഓക്കെ, ശരി എന്നാൽ. താങ്ക് യു. ഓക്കെ ബൈ. ശരി, ഓക്കെ. അപ്പം എന്തായാലും സ്റ്റേ ട്യൂൺ ഗൈസ്. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് കേട്ടോ. നാളെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചോളൂ. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും 6 മണിക്കാണ് വീഡിയോ ഇടാം കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. സ്പെഷ്യൽ വീഡിയോ ആയിട്ട്, അനൗൺസ്മെൻറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കി നോക്കാം. ഒരു യാത്രയാണ്, ചെറിയൊരു യാത്രയാണ്. പക്ഷെ പോകുന്ന സ്ഥലം കുറച്ച് സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്തോ ഇത്ര ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പോലെ ആയിട്ട്. നിങ്ങൾക്ക് അതുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക് നാളെ 6 മണിക്ക് കേട്ടോ. സോ നാളെ കാണാം ഗൈസ്. ബൈ.